ഫസ്റ്റ് മീൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫാസ്റ്റിങ്ങിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നൊരു ടൈമാണ്. ഒരിക്കലും നമ്മൾ ഹൈ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഡയറ്റോ അല്ലെങ്കിൽ ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഡയറ്റോ രാവിലെ കഴിക്കരുത്. എന്താണ് ഒരു ഐഡിയൽ ഭക്ഷണം എന്ന് പറയുന്നത്? ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത് പറ്റുവാണെങ്കിൽ ഒരു ടൈം റെസ്ട്രിക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു 8 to 10 hours മാത്രം ഒരു ഈറ്റിംഗ് വിൻഡോ വയ്ക്കുക. ബാക്കി ഒരു 14 to 16 hours നമ്മളൊരു ഫാസ്റ്റിംഗ് വിൻഡോ കൊണ്ടുവരണമെന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള ഒരു മെയിൻ്റനൻസ് ടൈം കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. ഇനി കഴിക്കേണ്ട സമയത്ത് നമ്മൾ ഒരിക്കലും ഫസ്റ്റ് മീൽ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫാസ്റ്റിങ്ങിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നൊരു ടൈമാണ്. ഒരിക്കലും നമ്മൾ ഹൈ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഡയറ്റോ അല്ലെങ്കിൽ ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഡയറ്റോ രാവിലെ കഴിക്കരുത്. രാവിലെ ഐഡിയലായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫാറ്റാണ് ആദ്യം, നമുക്കൊരു ഡയറ്ററി ഫാറ്റാണ്, ഒരു ഹെൽത്തി ഫാറ്റാണ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്. അതെന്തായിരിക്കാം? അപ്പോൾ പൊതുവേ ഞങ്ങൾ പറയുന്നൊരു, കാരണം നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു ചായ കാപ്പി ചൂടുള്ള എന്തെങ്കിലും കഴിക്കണം എന്നുള്ളതുകൊണ്ടല്ലോ, ഞങ്ങൾ പറയുന്നതൊരു ഷുഗറും മിൽക്കും അവോയ്ഡ് ചെയ്യണമെന്ന് പറയും. അതിനുശേഷം ഒരു കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ കട്ടൻ ചായയിലോ നമ്മൾ ഇച്ചിരി ബട്ടറോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഗീയോ ഇട്ടിട്ട് നമുക്ക് രാവിലെ ചൂടോടുകൂടെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം നമ്മൾ തുടങ്ങേണ്ടത് ഒരു പ്രോട്ടീൻ ഫുഡിലേക്കാണ്. അതായത് ഒരു ഐഡിയൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എഗ്സ് ആവാം. ഇപ്പോൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻസ് കൊണ്ടുവരാം. അതുപോലെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമ്മൾ മുളപ്പിച്ച പയർ കൊണ്ടുവരാം. അതുപോലെ പയറുവർഗ്ഗങ്ങളിൽ ഒരുപാട് ലെൻറ്റിൽസ്, ഒരുപാട് കടല കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ പറ്റും. പിന്നെ വെജിറ്റബിൾസും രാവിലെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റും.